കണ്ണൂരിൽ ആൺ സുഹൃത്തിനോട് സംസാരിച്ചതിന് ആൾക്കൂട്ട വിചാരണ നേരിട്ടതിൽ മനംനൊന്ത് യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ കൂടുതൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. പോലീസ് കണ്ടെടുത്ത യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. റസീനയ്ക്ക് സംഭവിച്ചത് ഇനിയെങ്കിലും ആവർത്തിക്കരുത് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ വിഷയം ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുക്കുകയാണ്. നമുക്കൊപ്പം അഡ്വക്കേറ്റ് സി ഷുക്കൂർ, മഹിളാ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ശ്രീമതി പ്രീത, അഡ്വക്കേറ്റ് ടി ബി മിനി, ആക്ടിവിസ്റ്റ് മൃദുല ദേവി എന്നിവർ ചേരുകയാണ്. ഞാൻ ആദ്യം അഡ്വക്കേറ്റ് സി ഷുക്കൂറിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് ഷുക്കൂർ, ഇത്തരത്തിൽ നേരത്തെയും ആൾക്കൂട്ട വിചാരണയും മോറൽ പോലീസിങ്ങും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അതിൻ്റെ പേരിൽ പിന്നീട് അനുഭവിക്കേണ്ടി വന്ന മാനസിക പ്രയാസത്തെ തുടർന്ന് ഒരു ജീവൻ ഇല്ലാതായിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് പോലീസിന്റെ വിശദീകരണത്തിന് അപ്പുറത്തേക്ക് അവരുടെ അമ്മയും അച്ഛനും ഇപ്പോൾ ഇത്തരത്തിലൊരു ആൾക്കൂട്ട വിചാരണ നേരിടേണ്ടി വന്നിട്ടില്ല എന്ന നിലപാടിലേക്കൊക്കെ പോകുന്ന സാഹചര്യവുമുണ്ട്. എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ളത്? തീർച്ചയായും നമ്മുടെ ജനാധിപത്യ മതേതര രാജ്യമാണ്. നമ്മുടെ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനുച്ഛേദം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 നമ്മുടെ ആർട്ടിക്കിൾ 21 എല്ലാ വ്യക്തികൾക്കും അന്തസ്സാർന്ന ജീവിതം നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. ഈ കുട്ടുസ്വാമി കേസിലൊക്കെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വ്യക്തികളുടെ സ്വകാര്യതയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. രണ്ട് മനുഷ്യർ തമ്മിലുള്ള ഇടപാടിൽ, അല്ലെങ്കിൽ ഒരു സൗഹാർദ്ദങ്ങൾ തമ്മിലുള്ള ഇടപാടിൽ അതിൽ സദാചാരത്തിന്റെ കണിക കണ്ടെത്തി, പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിലെ ആൾക്കാരല്ലെങ്കിൽ, അവര് ആ മതവിഭാഗത്തിൽപ്പെട്ടവരല്ലെങ്കിൽ അതിന്റെ പേരിൽ ആ മത അനുഷ്ഠാന മാത്രം ജീവിതം ശരിയാണെന്ന് വിചാരിക്കുന്ന, മതം പറയുന്ന പാഠങ്ങൾ മാത്രമാണ് ശരിയാണെന്ന് വിചാരിക്കുന്ന ആൾക്കൂട്ടം ചേർന്ന് വേറൊരാളെ കൊല്ലുന്ന പരിപാടിയാണ് ഇപ്പൊ നടന്നിട്ടുള്ളത്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള 40 വയസ്സോളം പ്രായമുള്ള സ്ത്രീയാണ് ആത്മഹത്യ ചെയ്തത്. ഈ പ്രതികളാക്കപ്പെട്ട ചെറുപ്പക്കാരും മിക്കവരും 22-ന്റെയും 23-ന്റെയും ഒക്കെ വയസ്സ് പ്രായമുള്ളവരാണ്. ആ സ്ത്രീയേക്കാൾ പകുതി ജീവിത അനുഭവം പോലും ഇല്ലാത്ത ആൾക്കാരാണ് അവരാണ് ആ സ്ത്രീയെ സദാചാരം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ഈ മത അഭിനിവേശം എന്ന് പറയുന്ന രീതിയിൽ നമ്മളിപ്പം താലിബാനിൽ നമ്മളത് കാണുന്നുണ്ട്, സിറിയയിൽ നമ്മളത് കാണുന്നുണ്ട്, ബംഗ്ലാദേശിലെ കഴിഞ്ഞ ഭരണകൂടം നിലംപതിച്ചപ്പോൾ നമ്മൾ അവിടെ കണ്ടതാണ്. പാകിസ്ഥാനിൽ ചില സമയങ്ങൾ നടക്കാറുണ്ട്. ഇന്ത്യയിൽ, നോർത്ത് ഇന്ത്യയിൽ ചില ഭാഗങ്ങളിൽ ഈ വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ബജ്രംഗ് ദളിന്റെ ഒക്കെ ആൾക്കാർ ഈ പരിപാടി നടത്താറുണ്ട്. അപ്പൊ മതാധിഷ്ഠിതമായ ഒരു സമൂഹത്തെ മാറ്റി നടത്താൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. വ്യക്തികൾക്ക് സമൂഹം നൽകുന്ന, വ്യക്തികൾക്ക് ഭരണഘടന നൽകുന്ന, വ്യക്തികൾക്ക് നിയമവാഴ്ച നൽകുന്ന അതിർത്തികളെ ലംഘിച്ചുകൊണ്ട് അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറി ഞങ്ങൾ വിചാരിക്കുന്ന പോലെ നാട്ടിൽ നടക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു കൂട്ടമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട്. ഒരു നിലക്കും നിസ്സാരമായി കാണേണ്ട ഒരു സംഗതിയല്ല. ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യേണ്ടി വരിക, 40 വയസ്സുള്ള ലോകം ജീവിച്ച് തീർന്ന സ്ത്രീ അവരുടെ സുഹൃത്തിനോട് സംസാരിച്ചതിന്റെ പേരിൽ ആ സുഹൃത്തിന്റെ ടാബും അതുപോലെ മൊബൈൽ ഫോണും കയ്യിൽ കിട്ടിയപ്പോ അതുപയോഗിച്ച് ഈ സ്ത്രീ അവർ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ടോ? ആ കുട്ടികൾ എന്താണ് സ്ത്രീയോട് സംസാരിച്ചത്? എന്തുകൊണ്ടാണ് അവർ ആത്മഹത്യയിലേക്ക് എത്തിയത്? ഇത് വളരെ സമഗ്രമായി അന്വേഷിച്ച് ഒരു നിലക്കും ആ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് രക്ഷപ്പെടാൻ പഴുതുണ്ടാവാൻ പാടില്ല. സാധാരണഗതിയിൽ ഈ 306 നമ്മൾ നേരത്തെ IPC പ്രകാരം ആത്മഹത്യാ പ്രേരണ എന്നൊക്കെ പറയുന്നത് വളരെ അത്ര എളുപ്പത്തിൽ തെളിയിക്കാവുന്ന ഒരു കുറ്റകൃത്യമല്ല. പക്ഷെ ഇവിടെ സൂയിസൈഡ് നോട്ട് ഉണ്ട്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സൂയിസൈഡ് നോട്ട് ഉണ്ട് എന്ന് പറയുമ്പോൾ അതിലേക്കുണ്ടായ സാഹചര്യം എന്താണ്? ഇപ്പൊ ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ രക്ഷിതാക്കള് ഈ പ്രതികളാക്കപ്പെട്ടവർക്ക് അനുകൂലമായ സ്റ്റാൻഡ് എടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതിന്റെ പിന്നിൽ എന്താണ് അവരെ പ്രചോദിപ്പിക്കുന്ന കാര്യം? എങ്ങനെയാണ് അവർ സ്വന്തം മകള് മരിച്ചിട്ടും ആ മകൾക്ക് മേലെ അവരുടെ മരണത്തിന് കാരണമായവരോട് സപ്പോർട്ട് ചെയ്യുന്ന മനോനില ഉണ്ടെങ്കിൽ അത് ഗുരുതരമായ പ്രശ്നമാണ്. നമ്മുടെ സ്വന്തം മകളെക്കാൾ അവരുടെ മരണത്തിന് കാരണമായ ആൾക്കാരെ കൂടെ നിൽക്കാൻ തോന്നലുണ്ടാകുമെങ്കിൽ അത് വളരെ ഗുരുതരമായ സംഗതിയാണ്. നമ്മുടെ മതങ്ങളും ഈ നമ്മൾ പറഞ്ഞ ധാർമ്മികതയൊക്കെ വ്യക്തി ജീവിതത്തെ ദുഷിപ്പിക്കുന്നതാവാൻ പാടില്ല. മറിച്ച് വ്യക്തികൾക്ക് സ്വതന്ത്രമായി ജീവിക്കാനും അവർക്ക് നമ്മുടെ ഭരണഘടനയെ നിയമവാഴ്ച അനുസരിക്കുന്ന രീതിയിൽ ഒരാൾക്ക് ജീവിക്കാനുള്ള അവകാശത്തെ ഹനിക്കാൻ ഒരു മതത്തിന്റെ ആൾക്കാർക്കും ഒരു പാർട്ടിയുടെ ആൾക്കാർക്കും അനുവാദം നൽകുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. അത് ശക്തമായി നമ്മൾ അതിനെ എതിർക്കേണ്ടതുണ്ട്. അഡ്വക്കേറ്റ് ഷുക്കൂർ, അവിടെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ സ്വന്തം മകൾക്കെതിരെ ഇപ്പോൾ ആ രക്ഷിതാക്കൾ വരുന്നു, അല്ലെങ്കിൽ ആ പ്രതികൾക്ക് അനുകൂലമായി സംസാരിക്കുന്നു എന്നുള്ളിടത്താണ് ആ ആത്മഹത്യാക്കുറിപ്പ് വെച്ചിരുന്ന സ്ഥലം. അതായത് അവർ തൻ്റെ ശരീരത്തോട് ചേർത്ത്
ഡ്രസ്സിനുള്ളിലാക്കിയാണ് വെച്ചിരുന്നത്. അത് ഏതെങ്കിലും നിലയിൽ ഇത് വീട്ടുകാർ കണ്ട് അത് നശിപ്പിച്ച് കളയരുത് എന്ന ഒരു ഭയം മരണസമയത്ത് പോലും റസീനയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടിയുണ്ട്. തീർച്ചയായും നമ്മൾ അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ സദാചാരം എന്ന് പറയുന്ന സംഗതി തീർച്ചയായും വീട്ടിന്റെ അകത്ത് നിന്നുണ്ടാക്കുന്ന ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ നാട്ടിലുള്ള അവരൊരു 10-40 വയസ്സായ സ്ത്രീയാണ്. അവർക്ക് സ്വന്തമായി തീരുമാനം എടുക്കാനും സ്വന്തമായി കാര്യങ്ങൾ നിലപാടെടുക്കാനൊക്കെ പ്രാപ്തിയുള്ള ഒരാളാണ്. ഒരു 15-16 വയസ്സുള്ള ടീനേജിലുള്ള ഒരു കുട്ടിയല്ല. ആ സ്ത്രീക്ക് പോലും അവരുടെ വീട്ടില് സ്വസ്ഥമായി ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലാത്ത ഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മളിപ്പോ പ്രത്യേകിച്ച് ഈ STP പോലുള്ള തീവ്ര മതവാദികളായ മനുഷ്യർ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്ന് വിട്ടാലും ആ വീട്ടിലെ കുടുംബത്തിൽ ഒരാളായി അവർ വന്ന ആ വീട്ടിലെ മുഴുവൻ ആൾക്കാരുടെ ജീവിതം അസ്വസ്ഥമാകും. നിരവധി ഉദാഹരണങ്ങളുണ്ട്, നമുക്ക് എത്രയോ അനുഭവങ്ങളുണ്ട്. ഇവരൊക്കെ ഒരു വീട്ടിൽ പുതിയാപ്പിളയായി, ഞങ്ങളുടെ ഭാഷയിൽ പറയാം, പുതിയാപ്പിളയായി വന്നാൽ വിവാഹം കഴിച്ച് ആ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വീട്ടിലെ മുഴുവൻ ആളെയും ഇവർ ഭരിക്കാൻ തുടങ്ങും. തലയിൽ നിന്ന് തട്ട ഒന്ന് മാറിപ്പോയാൽ അവർ ഭീഷണിപ്പെടുത്താൻ തുടങ്ങും. പെൺകുട്ടികൾക്ക് ഒരു സുഹൃത്തുക്കളോട് സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അപ്പൊ ഈ ഒരു മോറൽ പോലീസിംഗ് എന്ന് നമ്മൾ ഇൻവേർട്ട് കമ്മ്യൂണിറ്റി വിളിക്കുന്ന ഈ സംഗതി നമ്മുടെ സമൂഹത്തിന്റെ സ്വാതന്ത്ര്യമാണ് നിൽക്കുന്നത്. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇവര് അഫ്ഗാനിസ്ഥാനിൽ അല്ലെങ്കിൽ താലിബാനിൽ നടക്കുന്ന ജീവിത രീതി, സ്ത്രീകൾക്ക് അവകാശം നിഷേധിക്കുന്ന, സ്ത്രീകളുടെ വ്യക്തിത്വം നിഷേധിക്കുന്ന, സ്ത്രീകൾക്ക് മുഖം നിഷേധിക്കുന്ന ഒരു സമൂഹമാക്കി മാറ്റാൻ കേരളത്തിൽ ശ്രമിക്കുന്നതിന്റെ ഉദാഹരണമാണ് ഇത്. ഇതിന്റെ അടിസ്ഥാന പ്രശ്നം നമുക്ക് ഏറ്റവും മനസ്സിലാക്കാനുള്ളത് സയ്യിദ് ഖുത്ബിന്റെയും അതുപോലെ തന്നെ മൗദൂദിയുടെ താല്പര്യങ്ങളാണ്. അവരാണ് അവരുടെ ചിന്തകളിൽ നിന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഇസ്ലാം ഇങ്ങനത്തെ താല്പര്യങ്ങളൊന്നുമില്ല. ഇസ്ലാം വിശാലമായൊരു മതബോധമാണ്. മുസ്ലിങ്ങൾ നിരവധി നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ നമുക്കറിയാം. അവരാരിങ്ങനെ വെറുപ്പുണ്ടാക്കുന്നവരല്ല, സമൂഹത്തിൽ വിദ്വേഷം ഉണ്ടാക്കുന്നവരല്ല. പക്ഷെ ഇസ്ലാമിന്റെ പുറത്ത്, ഇസ്ലാം മതത്തിൽ ആധികാരികമായി ഞങ്ങൾക്കാണ് മേധാവിത്വം ഉള്ളതെന്ന ധാരണയിൽ എല്ലാ മനുഷ്യരെയും അവരുടെ വഴിക്കൊണ്ടിരുന്ന തീവ്ര മതചിന്തകളെ നമ്മൾ തിരിച്ചറിയണം, അവയെ നമ്മൾ ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യണം. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീമതി പ്രീത, ഒരു യുവാവും യുവതിയും പൊതുസ്ഥലത്ത് കാറിലിരുന്ന് സംസാരിക്കുന്നു. അവിടേക്ക് കുറച്ച് യുവാക്കൾ എത്തുന്നു, അവരതിൽ ഇടപെടുന്നു, യുവതിയെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നു. അതേസമയം ആ യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുകയും അയാളുടെ ഫോൺ അടക്കം ടാബ്ലറ്റ് അടക്കമൊക്കെ പിടിച്ചു വെച്ച് പിന്നീട് കെട്ടിയിട്ട് മർദ്ദിച്ചതായും ഒക്കെയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊക്കെ കൂടുതൽ പോകുന്നതിന് മുമ്പ് താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ളത്? പ്രീത, മൈക്ക് അൺമ്യൂട്ട് ചെയ്യാമോ? മ്യൂട്ടാണ്. ഓക്കെ, പറഞ്ഞോളൂ, കേൾക്കാം. നോക്കൂ, ഇതിപ്പോ ഷുക്കൂർ വക്കീൽ പറഞ്ഞതുപോലെ ഇത് നമ്മുടെ സമൂഹത്തിലാകെ പടർന്നു പിടിക്കുന്ന സദാചാര ഗുണ്ടായിസത്തിന്റെയും മോറൽ പോലീസിങ്ങിന്റെയും മതരാഷ്ട്രവാദത്തിന്റെ ഭീകരമുഖത്തിന്റെയും ഒരു രൂപമായിട്ടാണ് എനിക്കിതിനെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇത് ഒരൊറ്റപ്പെട്ട സംഭവമായിട്ടല്ല. ഇതിപ്പോൾ കൃത്യമായും റസിയ ആത്മഹത്യ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ഒരു കുറിപ്പ് എഴുതി വെച്ചതുകൊണ്ടും അത് വളരെ വളരെ കൃത്യമായി അവളത് പോലീസ് അധികാരികൾക്ക് കിട്ടണം എന്നുള്ള അർത്ഥത്തിൽ തന്നെ അത് വെച്ചതുകൊണ്ടുമാണ് ഇന്നിപ്പോൾ ഇത് ഈ അർത്ഥത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനെങ്കിലും കഴിയുന്നത്. കാരണം അവരുടെ കുടുംബാംഗങ്ങൾ പോലും വളരെ നിർബന്ധിതമാകുന്ന ചില സാഹചര്യങ്ങൾ വന്നു ചേരുമ്പോൾ തീർച്ചയായും ഇത് സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് ഇത്തരം പ്രവണതകൾക്കെതിരായി ശക്തമായ നിലപാടെടുക്കണം. ജനാധിപത്യ മഹിളാ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം നാളെ ഒരു പെൺകുട്ടിക്ക് അവളുടെ ആൺസുഹൃത്തിനോട് സംസാരിക്കാൻ പോലും അധികാരമില്ലാത്ത, അവകാശമില്ലാത്ത ഒരു നാടായി ഈ രാജ്യം മാറിപ്പോകരുത്. അതിന് എന്തൊക്കെ പ്രീകോഷൻസ് എടുക്കേണ്ടതുണ്ടോ അതെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, അതിനുവേണ്ടിയുള്ള അതിശക്തമായ ഇടപെടലുകൾ, അതുപോലെ തന്നെ ഈ കാര്യത്തിൽ ഇവളുടെ ആത്മഹത്യയിലേക്ക് നയിക്കാൻ പ്രാപ്തമായ നിലയിലേക്ക് ഇവിടെ സദാചാര പോലീസിങ്ങിന് വിധേയമാക്കിയിട്ടുള്ള സകല ആളുകളുടെയും പേരിൽ നടപടിയെടുക്കാൻ, അവരെ അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടെത്താൻ പോലീസ് അടിയന്തരമായും ഇടപെടണം എന്നുള്ളതാണ് മഹിളാ അസോസിയേഷന് വേണ്ടി പറയാനുള്ളത്. ശരി, ശ്രീമതി മൃദുലാദേവി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി മൃദുലാദേവി, ഈ വിഷയത്തിൽ നമ്മൾ ഒരുപാട് കേരളം മുന്നോട്ട് പോയി എന്നൊക്കെ പറയുമ്പോഴും, സാംസ്കാരികമായും ഒക്കെ നമ്മൾ മുന്നോട്ട് പോയി എന്നൊക്കെ പറയുമ്പോഴും ഇത്തരം സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും ഒരു ജീവൻ നഷ്ടമായിരിക്കുന്നു. അവിടെ നമ്മൾ ഈ സ്ത്രീകളെ കുറിച്ച് എപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ അവർക്ക് ആരും അവസാന സമയത്തും താങ്ങായി ഉണ്ടായിരുന്നില്ല. ഒരു കാര്യം പോലും അവർക്കൊന്ന് പറഞ്ഞു നിൽക്കാൻ, അല്ലെങ്കിൽ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ. അവർ ആ മണിക്കൂറിൽ അനുഭവിച്ച, അല്ലെങ്കിൽ അതിനുശേഷം വീട്ടിലെത്തിയ ശേഷം അനുഭവിച്ച അവരുടെ ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ, മരണത്തിലേക്ക് വരെ എത്തിയ ആ ഒരു മാനസികാവസ്ഥ, എന്താണ് ഈ വിഷയത്തിൽ താങ്കൾക്ക് പറയാനുള്ളത്?
ഞാൻ അതിനെ മനസ്സിലാക്കുന്നത് ആത്മഹത്യ ചെയ്ത് ജീവിതത്തിൽ നിന്നും എല്ലാ അഭിലാഷങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ഇവിടെ വാങ്ങിപ്പോയ പ്രിയ സഹോദരിക്ക് ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ പറയുന്നു. അവര് തീർച്ചയായിട്ടും സിസ്റ്റത്തിന്റെ ഇരയാണ്. അവരും ഇപ്പോൾ ആ ഫാമിലിയും സിസ്റ്റത്തിന്റെ ഇരയാണ്. നമ്മൾ അതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ അഡമന്റ് ആയിട്ട് അവരുടെ പാരന്റ്സിനെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും, ഓൾറെഡി അവർ വലിയൊരു പ്രതിസന്ധി കൂടെ കടന്നു പോവുകയാണ്. അവർ ഒരുപാട് കാര്യത്തിന് ഉത്തരം പറയേണ്ടവരായി വരികയാണ്. ഇപ്പോ ഈ ഒരു ആത്മഹത്യയെ തുടർന്ന് ആ കുടുംബം ഒരുപാട് അവരെ പോസ്റ്റ്മോർട്ടം ചെയ്യുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടത് നമ്മുടെ സിസ്റ്റത്തെയാണ്. കൃത്യമായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. റാഡിക്കൽ ഇസ്ലാം ഫെമിനിസത്തിന് ഉണ്ടായ ഒരു വലിയ ഒരു കനത്ത, അതിന്റെ മേളിലാണ് ഇതിന്റെ ഒരു അവർ വലിയ എന്ന് പറഞ്ഞാല് സ്വത്തവകാശത്തിന്മേലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തും തുല്യനീതി സങ്കല്പത്തെ പറ്റിയും ഹബിറ്റേറ്റിനെ പറ്റിയും ഒക്കെ വളരെ ശക്തമായ രീതിയിൽ, ഇപ്പോഴൊന്നുമല്ല, 18th to 19th സെഞ്ചുറി മുതൽ തന്നെ റാഡിക്കൽ ഇസ്ലാം ഫെമിനിസം വളരെ ശക്തമായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ പോലും അവരെക്കാൾ കൂടുതലായി സ്കോർ ചെയ്തു വരുന്നത് ഈ മൗലിക ഫണ്ടമെന്റലിസ്റ്റുകളാണെന്നുള്ള ഒരു വിഷയമുണ്ട്. അവര് ഈ ഇതുമായിട്ട് കോംപ്രമൈസ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കാതെ വരുന്നു. അപ്പോ ഒരു പെൺകുട്ടിക്ക് അവളുടെ ഒരു സുഹൃത്തിനോട് സംസാരിച്ചതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായി നമ്മുടെ സമൂഹത്തിന്റെ സദാചാര ബോധത്തിന്റെ ഇരയായിക്കൊണ്ടാണ് ജീവിതത്തിൽ നിന്ന് ഇവിടെ വാങ്ങേണ്ടി വരുന്നത് തന്നെ എന്നാണ് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഡിഫൈൻ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഇതൊരു മുസ്ലിം ഫാമിലിയിൽ മാത്രമല്ലല്ലോ, ഇത് എല്ലാ ഫാമിലികളിലും ഉണ്ടാകുന്നു. പക്ഷെ നമ്മൾ ഒരു തട്ടമിട്ട ഒരു മുസ്ലിം പെൺകുട്ടി ആകുമ്പോൾ തീർച്ചയായും അതിന് മറ്റൊരു മാനം കൂടി കൊടുക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഇത് ഒരു വാതിലായിക്കൊണ്ട് ഈ ഒരു സംഭവത്തിനെ നമ്മൾ ഒരു ഐ ഓപ്പണിംഗ് ആയി കണ്ടുകൊണ്ട് എല്ലാ തരത്തിനകത്തുമുള്ള, എല്ലാ മത സ്വഭാവങ്ങൾക്കകത്തുമുള്ള നവീകരണ സാധ്യതയ്ക്കുള്ള ചർച്ച ഇവിടെ ഉണ്ടാക്കാനാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് പരമപ്രധാനമാണ്. അവരും കൂടി സിസ്റ്റത്തിന്റെ വിക്റ്റിമാണ്. അവരെ ഇപ്പോൾ ഇതിനകത്ത് വില്ലൻ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരുന്നതോട് തൽക്കാലം ഞാൻ യോജിക്കുന്നില്ല. ശരി, ഞാൻ വരാം താങ്കളിലേക്ക്. എന്തായാലും നമുക്കുള്ള റൈറ്റ്സ്, എന്തൊക്കെ അവകാശങ്ങളാണ് നമുക്കുള്ളത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമ്മൾ പലപ്പോഴും അജ്ഞരല്ലേ, നമുക്ക് ചുറ്റുമുള്ളവർ അജ്ഞരല്ലേ എന്നുള്ള വലിയ ചോദ്യം കൂടി ഇവിടെയുണ്ട്. ഞാൻ അഡ്വക്കേറ്റ് ഷുക്കൂറിലേക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ന്യൂസ് 3 തുടരുകയാണ്. അതിഥികൾ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഞാൻ അഡ്വക്കേറ്റ് ഷുക്കൂറിലേക്കാണ് ആദ്യം പോകുന്നത്. ഷുക്കൂർ വക്കീൽ, ഈ നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണയില്ലായ്മ അതിപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നില്ല? പ്രത്യേകിച്ച് റസീനയെ പോലെ താങ്കൾ പറഞ്ഞ 10-16 വയസ്സുള്ള, അല്ലെങ്കിൽ ഒരു ടീനേജർ ആയിരുന്നില്ല, 40 വയസ്സുള്ള ഒരു സ്ത്രീ ആയിരുന്നു റസീനയ്ക്ക് ആരോടൊപ്പം വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും ഒരു പൊതുസ്ഥലത്ത് സംസാരിക്കുന്നതിനുള്ള അവകാശമുണ്ടെന്നും തൻ്റെ കയ്യിലുള്ള ഫോൺ അല്ലെങ്കിൽ തൻ്റെ സ്വകാര്യ വസ്തുക്കൾ മറ്റൊരാൾക്ക് കൊടുക്കേണ്ടതില്ല, അത് ആര് തന്നെയായാലും, ഈ ആക്രമിച്ചവരിൽ റസീനയുടെ ബന്ധു ഉൾപ്പെടെ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അതിനെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? തീർച്ചയായും നമ്മുടെ അവകാശങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവേണ്ടതുണ്ട്. ഈ നമ്മുടെ മൊബൈൽ ഫോണിന്റെ പാസ്വേഡ് പോലും ഈവൻ പോലീസിന് പോലും കൈമാറേണ്ടതില്ല. വളരെ രാജ്യദ്രോഹവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ പെട്ടാൽ മാത്രമേ പോലീസിന് പോലും നമ്മുടെ മൊബൈൽ ഫോണിന്റെ പാസ്വേഡ് കൈമാറേണ്ടതുണ്ട്. നിരവധി കേസിൽ വിധികളൊക്കെ സുപ്രീം കോടതിയും ഹൈക്കോടതിയൊക്കെ, നിരവധി ഹൈക്കോടതികളൊക്കെ അതിൽ വിധിന്യായം പുറപ്പെടുവിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഈ നമ്മുടെ ആധാർ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്വകാര്യത എത്രമാത്രം പ്രാധാന്യപ്പെട്ടതാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ നേരത്തെ മൃദുലാദേവി മേഡം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സൊസൈറ്റിയിലുള്ള ഈ മെയിൽ ഷോവനിസ്റ്റ് മൈൻഡ് സെറ്റിന്റെ അടിമകളായി നമ്മുടെ സ്ത്രീകളടക്കം മാറിയിരിക്കുന്നുണ്ട്. അതിന്റെ ഒരു പ്രതിഫലനമാണ് നമ്മൾ ഈ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ചും ജെൻഡർ റൈറ്റ്സിനെ കുറിച്ചും നമ്മൾ തീർത്തും അജ്ഞാതമായ ഒരു സമൂഹമായി ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണ്. 40 വയസ്സായ സ്ത്രീക്ക് അവർക്ക് ഇഷ്ടമില്ല ഒരാളോട് സംസാരിക്കുക, അവരുടെ കൂടെ യാത്ര ചെയ്യുക. പക്ഷെ അങ്ങനെ ആർക്കെങ്കിലും, ഇനിയിപ്പോ അവരുടെ ഭർത്താവിനോ അല്ലെങ്കിൽ വീട്ടുകാർക്കോ എന്തെങ്കിലും അവർ തെറ്റായ രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ നിയമവാഴ്ച നിലനിൽക്കുന്ന രാജ്യമാണ്. ഇപ്പൊ ഇന്ന് കണ്ടെത്ത സംഗതി എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബക്കാര് അവര് ആരോപിക്കുന്നത് ആൺ സുഹൃത്ത് കുറ്റക്കാരെന്ന രീതിയിലാണ് വാർത്തകൾ കാണുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ പോലും ആൺ സുഹൃത്തിനെതിരെ വല്ല പരാതി ഉണ്ടെങ്കിൽ അത് നിയമപരമായ നിയമ വഴിയിൽ കൂടിയാണ് ഇത് പരിഹാരം നേടേണ്ടത്. അല്ലാണ്ട് 5-6 പേർ ചേർന്ന് ഒരു SDPI പോലത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിലേക്ക് ആളെ പിടിച്ചുകൊണ്ടുപോയി വാർത്തകൾ കണ്ടതുപോലെ 6-7 മണിക്കൂർ വിചാരണ നടത്തി അയാളെ മൃഗതുല്യനായ രീതിയിൽ ആക്രമിച്ച് അയാളെ കീഴ്പ്പെടുത്തി അയാളുടെ മൊബൈൽ ഫോണും ടാബൊക്കെ വാങ്ങി വെച്ച്
അത് വെച്ചിട്ട് ആ സ്ത്രീയുടെ ജീവിതത്തെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഒരു നിയമവാഴ്ച ഉള്ള ഒരു സംസ്ഥാനത്ത് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. നമ്മുടെ സിസ്റ്റം എത്രമാത്രം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു നിയമവാഴ്ച തകർന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാൻ പാടില്ല. ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട്. നമ്മുടെ അവകാശങ്ങളെ കുറിച്ച് നമ്മുടെ സ്വകാര്യതയിലുള്ള നമുക്ക് അവകാശങ്ങളെ കുറിച്ച് ഇവൻ ഒന്ന് രണ്ട് ഹൈക്കോടതി വിധികളിൽ ഈ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ ഭാര്യമാരോ ഭർത്താവിന്റെ ഫോണിലെ സ്വകാര്യ കാര്യങ്ങൾ കോടതിയിൽ ഹാജരാക്കിയതിന് കോടതി വിമർശിച്ചിട്ടുണ്ട്. ഫാമിലി കോർട്ടിൽ ഹാജരാക്കിയതിന് അതിനൊക്കെ പ്രൊട്ടക്ഷനുള്ള ഒരു രാജ്യമാണ് നമ്മളുടെ. നമ്മുടെ ഓരോ വ്യക്തികൾക്കും ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിനകത്തേക്ക് വേറെ കയറി ചെല്ലാൻ അവകാശമില്ല. ഈവൻ പാർട്ണർ ആയാൽ പോലും, നമ്മുടെ സ്പൗസ് ആയാൽ പോലും ഒരാളുടെ സ്പേസിലേക്ക് കടന്നു ചെല്ലുന്നത് ഒരു പരിമിതി ഉണ്ട്. ആ പരിമിതിക്ക് അപ്പുറത്തേക്ക് കടന്നു ചെല്ലുന്നത് അവരുടെ സ്വകാര്യതയ്ക്കുള്ള കടന്നുകയറ്റാണ്. അത് സംരക്ഷിക്കാനുള്ള അവകാശം നമ്മുടെ ഭരണഘടനയുടെ അനുച്ഛേദം 21 നമുക്ക് നൽകുന്നുണ്ട്. അനുച്ഛേദം 21 എന്ന് പറയുന്നത് റൈറ്റ് ടു ലൈഫാണ്, ജീവിക്കാനുള്ള അവകാശമാണ്. ജീവിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് സുപ്രീം കോടതി പല ഘട്ടങ്ങളിലും പറഞ്ഞത് അന്തസ്സാർന്ന അഭിമാനത്തോടു കൂടിയുള്ള ഡിഗ്നിഫൈഡ് ലൈഫ് എന്നാണ് സുപ്രീം കോടതി സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ ഡിഗ്നിഫൈഡ് ലൈഫിന് ഒരു കോട്ടം വെട്ടുന്ന ഒരു ഘട്ടം വന്നപ്പോ അവര് ഇനി സമൂഹത്തിൽ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നപ്പോഴാണ് തീർച്ചയായും ഈ അപകടം സംഭവിച്ചത്. അത് നമ്മൾക്ക് നിഷേധിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അപ്പം ഈ കാര്യത്തെക്കുറിച്ച് സ്ത്രീകൾക്ക് കുറച്ചുകൂടി സെൻസിറ്റൈസേഷൻ ആവേണ്ടതുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും. ശ്രീമതി മൃദുലാദേവി, താങ്കൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയത് തന്നെ നമ്മുടെ സിസ്റ്റത്തെയാണ് കുറ്റപ്പെടുത്തേണ്ടത്. പകരം ഇത്രയും ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന അവരുടെ മാതാപിതാക്കളെ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഇപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം, സമൂഹം എത്ര ഒറ്റപ്പെടുത്തിയാലും എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന അമ്മ, അച്ഛൻ എന്നൊക്കെ പറയുന്ന ആളുകൾ ഈ ദുരഭിമാനത്തിൻ്റെ ഒരു ലാഞ്ചന ഇതിനകത്തില്ലേ എന്ന് തന്നെ പറയണ്ടേ. കാരണം ഒരുപക്ഷെ റസീന ആത്മഹത്യ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരു കൊലപാതകം വരെ നടന്നേക്കാം. കാരണം ഇപ്പോൾ അവരുടെ മകൾ മരിച്ചു കഴിഞ്ഞും അവർ പറയുന്നത് ഇത്തരത്തിൽ ഈ ആക്രമിച്ച അല്ലെങ്കിൽ സദാചാര ഗുണ്ടായിസം നടത്തിയ ആളുകൾക്ക് അനുകൂലമായാണ്. ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ ശരിയാണ്, അവരുടെ മകൾ തെറ്റായിരുന്നു, ആക്രമിച്ചവർ ശരിയാണ് എന്നാണ്. ഞാൻ തീർച്ചയായിട്ടും എനിക്ക് അതിനൊരു കൃത്യമായ ഒരു ഉത്തരവുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഇതൊരു സെൻസിറ്റീവ് വിഷയമാണ്. പ്രാഥമികമായി ഞാനെപ്പോഴും ഒരു ഫെമിനിസ്റ്റ് പാതയിൽ നിന്ന് സംസാരിക്കുന്ന നമുക്കെപ്പോഴും ഒരു സ്നേഹത്തിന്റെ ഭാഷ വിട്ട് പറയാൻ പറ്റില്ല. അപ്പോ ഒരു മരണം നടന്നിരിക്കുന്ന സമയത്ത് ഇതിനകത്തെ മതം ചെയ്യുകയും ആ മതത്തിനകത്തുള്ള മതത്തെ നമ്മൾ ടോട്ടലി നമ്മുടെ ഇന്ത്യക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. നമ്മൾ പിന്തിരിപ്പൻ ആശയങ്ങളാണെങ്കിൽ അവർ മുസ്ലിം എന്നൊരു പേര് പറയുക, തീവ്രവാദികളെങ്കിൽ മുസ്ലിം എന്ന് പറയുന്ന ഒരു കാലഘട്ടം കൂടി ഇത് സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരം കൊണ്ടുകൂടി ഇത്തരം ചില വായനകൾക്ക് മുൻതൂക്കം കൊട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിലും കൂടി ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ്, ഒരു ധ്രുവീകരണത്തിന് ഇത് സാധ്യത ഉണ്ടാകുന്നത് കൊണ്ടാണ് ഞാൻ അത്തരം ഒരു ഇത് പറയുന്നത്. കാരണം അത് കൺവിൻസ് ചെയ്യപ്പെടേണ്ട വലിയൊരു ഭാഗമാണ്. മറിച്ച് ആ മാതാപിതാക്കളെ കൺവിൻസ് ചെയ്തുകൊണ്ട് അത് തീരുന്നില്ല. മാതാപിതാക്കളിൽ നിന്നല്ല കൺവിൻസ് ചെയ്യേണ്ടത്, നമ്മുടെ സൊസൈറ്റിക്ക് അകത്ത് നിന്ന് തന്നെ കൺവിൻസ് ചെയ്യുകയും പാട്രിയാർക്കിയുടെ വലിയ ക്രൂര മുഖങ്ങൾ കാണിച്ച ഈ പ്രവർത്തകരടക്കമുള്ളവരും കാണിക്കുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പോൾ ആ പെൺകുട്ടി അവര് ശരിയാണ്, അത് അവരുടെ ഒരു വലിയൊരു ഇഗ്നറൻസ് പാർട്ടും അത് അവരുടെ തെറ്റ് ശരിയാണെന്ന്, അവരുടെ തെറ്റായ ധാരണ ശരിയാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ആ ഒരു ഇഗ്നറൻസിനോട് ഇപ്പൊ തൽക്കാലം സഹതപിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. കാരണം അവരെ നമുക്ക് കൺവിൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കൺവിൻസ് ചെയ്തുകൊണ്ട് കാര്യമില്ലത്. അവിടെ അവർക്ക് ജുഡീഷ്യലി അതിന്റെ നിയമ കാര്യം എന്താണ്, അവരെ അതിലേക്ക് സമാധാനപൂർവ്വം കടത്തിവിടുക എന്നതിലപ്പുറം ഞാൻ അവരെ പോസ്റ്റ്മോർട്ടം ചെയ്യുവാൻ തയ്യാറാകുന്നില്ല എന്നുള്ള ഭാഗമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഈ ആയുധവും വടിയും എല്ലാം ഇളക്കിക്കൊണ്ട് വരുന്ന ഒരു വിഭാഗം ആളുകൾ, നാട് നന്നാക്കാൻ ഇവർക്കാണ് ഇപ്പം ആരാണ് ഇവർക്ക്, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന്മേൽ തടയിടാനായിട്ട് ഇവർക്ക് ആരാണ് അനുവാദം കൊടുക്കുന്നത്? അവർക്ക് ആ അനുവാദം കൊടുക്കുന്നതിന് പിന്നിൽ അവരൊരു മതത്തിന്റെ പേരിലാണ് ഇവരത് ഞങ്ങളുടെ മതത്തിൽ ഇത്തരത്തിലുള്ള ചില ഇതുണ്ട് എന്നൊക്കെ ഇത് എല്ലാവരും പാലിക്കുന്നില്ല. ഇതേ വ്യക്തികള് നസ്രിയ എന്ന് പറയുന്ന നടി തട്ടമിടാതെ നടക്കുമ്പോൾ ഇവർക്ക് ഹാലിളകുന്നില്ലല്ലോ. അപ്പൊ ആകും എന്നുള്ളിടത്ത് മാത്രമാണ് ഇത് കാണിക്കുന്നത്. അതിനെ വിശ്വസിപ്പിക്കുന്ന ഒരു വിശ്വസിപ്പിക്കുന്ന ആ മനുഷ്യരും ഇതിന്റെ വിക്റ്റിമാകുന്നുണ്ട്. അപ്പോൾ ഒരു ഓവറോൾ പഠനം ആണ് നമുക്ക് സമഗ്രമായിട്ട് വേണ്ടത്. പക്ഷെ അത് ധ്രുവീകരണം ഉണ്ടാകാതെ ചെയ്യണം. കാരണം ഈ സമയത്ത് ഇത് മുതലെടുക്കുന്നത് കൂടി ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ വളരെ പീസ്ഫുള്ളായി നിയമത്തിന്റെ വഴികളിലേക്ക് പോകുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാവരും എപ്പോഴും രാഷ്ട്രീയക്കാർക്ക് ഒരു അഭിപ്രായം,
സംഘടനാ നേതൃത്വങ്ങൾക്ക് ഓരോ അഭിപ്രായം. പക്ഷെ ഫെമിനിസ്റ്റുകൾ എപ്പോഴും സ്നേഹത്തിന്റെ പാതയിൽ അവിടെയാണ് കടന്നു പോകേണ്ടത്. വൾണറബിൾ ആയിട്ടുള്ള അവസ്ഥയ്ക്കകത്തും സ്നേഹത്തിന്റെ നീരുകൊണ്ട് അതിനെ തീർച്ചയായിട്ടും സമയപരിമിതി കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. വളരെയധികം നന്ദി ശ്രീമതി മൃദുല ദേവി, അഡ്വക്കേറ്റ് സി ഷുക്കൂർ, ഒപ്പം പ്രീത ഞങ്ങളോട് സംസാരിച്ചതിന്. എന്തായാലും ഇത് ആവർത്തിക്കപ്പെടരുത് എന്നത് തന്നെയാണ് നമ്മുടെയൊക്കെ ഉദ്ദേശവും ലക്ഷ്യവും. ഇപ്പോൾ റസീനയുടെ ആത്മഹത്യ ചെയ്ത റസീനയുടെ അച്ഛൻ്റെ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. അത് കഴിഞ്ഞ് എസ് ഐ വന്നിട്ട് അപ്പോഴത്തേക്കും അവരെ ഒരു ക്യാബിനുണ്ട്, ക്യാബിൻ്റെ അകത്ത് എന്തോ പോലീസുകാരോട് സംസാരിച്ചെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇവർ 3 പേരെയും പിടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞു. വേറെ ഒന്നും എനിക്കറിയത്തില്ല ആരെ പിടിച്ച്. ഈ ലെറ്റർ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അടുത്ത സ്റ്റെപ്പ് എടുത്തത്. അതുവരെ ഒന്നുമില്ലായിരുന്നു. ഈ ലെറ്റർ കിട്ടിയപ്പോൾ അപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ലെറ്റർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് പറഞ്ഞു. ഈ ഒരു കൂട്ടുകാരൻ ലെറ്റർ കിട്ടി. ഞാൻ പറഞ്ഞു എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ തന്നെ അവരോട് ഞാൻ പറഞ്ഞു, അവൾ കിട്ടേണ്ടടുത്ത് തന്നെ കിട്ടണമെന്നുള്ള ഉദ്ദേശം തന്നെയാണ് ആ ലെറ്റർ എഴുതി വെച്ചത്. പുറത്തെങ്ങനെയായിട്ട് നമ്മൾ കൊടുക്കൂലല്ലോ. ആ ലെവലിലാണ്. അല്ലാതെ വ്യക്തിക്ക് അവിടെ യാതൊരു ഇതില്ല. എന്നോട് പോലും ചോദിച്ചില്ല ആരൊക്കെയാണ്, നിങ്ങൾക്ക് ആരെങ്കിലും മോപ്പരിചയം ഉണ്ടോ എന്ന് പോലും പോലീസുകാർ എന്നോട് ചോദിച്ചിട്ടില്ല. അതായത് അതിൽ പേരുണ്ടെന്നാണ് പറയുന്നത് കേൾക്കുന്നത്. അതെ, എല്ലാവരും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അവിടെ കുറേ പേരുണ്ടായിരുന്നു. അതിൽ ഇവർ 3 പേരെയാണ് വിളിച്ചുകൊണ്ട് പോയത്. റസീനയുടെ അച്ഛൻ്റെ വാക്കുകളാണ്, മകൾ മരിച്ച ശേഷമുള്ള ഒരു അച്ഛൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. പല ചോദ്യങ്ങൾക്കും അദ്ദേഹത്തിന് ഉത്തരമില്ല. ഒപ്പം ആ കത്തിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതും വളരെ ഗൗരവമായി തന്നെ കാണേണ്ടതാണ്. ന്യൂസ് 3 ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.